മുകളിൽ ഒരു നില കൂടി കൂട്ടിയെടുത്തുകൊണ്ടാണ് സാധാരണയായി കൂടുതൽ ആളുകളും തങ്ങളുടെ പഴയ വീട് റിനോവേറ്റ് ചെയ്യുന്നത്. ചൂട് സഹിക്കാനാവാത്തതുകൊണ്ടോ മേൽക്കൂരയുടെ ചോർച്ച കൊണ്ടോ കൂടുതൽ സൗകര്യത്തിനോ ഒക്കെ വേണ്ടിയാവും അപ്സ്റ്റെയർ കൂട്ടിയെടുക്കുന്നത്. അതുമല്ലെങ്കിൽ ട്രസ് റൂഫ് ചെയ്യുന്നതിനുള്ള പണത്തിൻ്റെ കൂടെ കുറച്ച് തുക കൂടി ചിലവാക്കിയാൽ റൂമുകൾ കൂട്ടിയെടുക്കാം എന്ന് ചിന്തിച്ചും ആവാം. എന്തു തന്നെയായാലും തിരിച്ചറിയാനാവാത്ത രീതിയിൽ അതിശയകരമായി വീടിനെ മാറ്റം വരുത്തുന്നതിന് റിനോവേഷനുകൾക്ക് കഴിയുമെന്നത് പച്ച പരമാർത്ഥമാണ്. വീട് റിനോവേഷനെക്കുറിച്ചുള്ള 2 എപ്പിസോഡുകൾ ചെയ്തിരുന്നു. ധാരാളം ആളുകൾ വിളിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ വിഭാഗത്തിലെ 3ാമത്തെ വീഡിയോ ചെയ്യുന്നത്. ഇന്റീരിയർ ഡിസൈനിങ്, കെട്ടിട നിർമ്മാണം എന്നീ മേഖലകളെക്കുറിച്ചും അതിനോടനുബന്ധിച്ചുള്ള ധാരാളം മേഖലകളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു ചാനലാണിത്. മുദ്ര ഇൻറ്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. നിലവിലുള്ള വീടിന് മുകളിൽ 2 അതിലധികമോ റൂമുകളും അനുബന്ധ സൗകര്യങ്ങളും കൂട്ടിയെടുക്കുവാൻ തക്ക ഉറപ്പ് വീടിനുണ്ടോ എന്ന് ഒരു ആർക്കിടെക്റ്റിനെയോ സ്ട്രക്ചറൽ എഞ്ചിനീയറെയോ വിളിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ്. അവർ തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം നിർമ്മാണം നടത്തേണ്ടതാണ്. മറ്റൊരു അഭിപ്രായവും സ്വീകരിക്കുകയുമരുത്. ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും നിർമ്മാണത്തിന് ആവശ്യമായ അനുമതി പത്രങ്ങൾ റിനോവേഷൻ തുടങ്ങുന്നതിന് മുന്നമേ തന്നെ വാങ്ങിയെടുക്കേണ്ടതാണ്. ഫൗണ്ടേഷൻ്റെ ആഴം, ഉറപ്പ്, അതിലെ കല്ല് തള്ളിപ്പോയിട്ടുണ്ടോ, തറ ഇരുന്നു പോയിട്ടുണ്ടോ, ഭിത്തിയിലെ പൊട്ടലും അതിൻ്റെ സ്വഭാവവും, ഭിത്തി ഏതെങ്കിലും ഭാഗത്ത് ഇരുന്നോ മറിഞ്ഞോ പോയിട്ടുണ്ടോ, വാതിലുകളും ജനലുകളും ഭിത്തിയിൽ നിന്നും അകന്നോ ചെരിഞ്ഞോ പോയിട്ടുണ്ടോ, ഫ്ലോർ വിണ്ട് കീറുകയോ ലെവൽ വ്യത്യാസം വന്നിട്ടുണ്ടോ തുടങ്ങി ഒട്ടനേകം കാര്യങ്ങൾ ശാസ്ത്രീയമായി പരിഗണിച്ചാണ് റിനോവേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് തീരുമാനിക്കുന്നത്. പഴയ വീടുകൾക്ക് പൊതുവെ റൂമുകളുടെ വലിപ്പം കുറവായിരിക്കും. അവയ്ക്ക് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴത്തെ നിലയിലെ റൂമുകൾക്ക് ആവശ്യം വേണ്ട അളവുകളിലേക്ക് ഭിത്തികൾ മാറ്റിയതിന് ശേഷം വേണം മുകളിലേക്കുള്ള നിർമ്മാണങ്ങൾ ചെയ്യുവാൻ. സ്റ്റെയർ കേസ് പുതിയതായി നിർമ്മിക്കുമ്പോൾ മെയിൻ സ്ലാബ് കട്ട് ചെയ്യേണ്ടി വരും. യാതൊരു കാരണവശാലും അടിച്ചു പൊട്ടിക്കരുത്. മെഷീനറി ഉപയോഗിച്ച് കട്ട് ചെയ്യുക മാത്രമേ ചെയ്യാവൂ. ഇല്ലെങ്കിൽ മൊത്തം സ്ട്രക്ചറിന് ക്രാക്ക് വന്നേക്കാം, വീടിന് ബലക്ഷയം വന്നേക്കാം. സ്റ്റെയർ കേസിൻ്റെയും അതിൽ കയറുന്നവരുടെയും മുഴുവൻ ഭാരവും പഴയ സ്ലാബിൽ വരാതിരിക്കത്തക്കവണ്ണം ആവശ്യമായ സപ്പോർട്ടുകൾ ബുദ്ധിപൂർവ്വം കൊടുക്കേണ്ടതാണ്. റിനോവേഷൻ ചെയ്യുമ്പോൾ ഉടമകൾ മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്യേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. 1. നിശ്ചയിച്ച സമയത്ത് ഒരുപക്ഷെ പ്രൊജക്റ്റ് തീരുവാൻ സാധ്യത കുറവാണ്. ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവ വികാസങ്ങളോ കൂട്ടിച്ചേർക്കലുകളോ നടത്തേണ്ടി വന്നേക്കാം. 2. നിശ്ചയിച്ച ബജറ്റിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചേക്കാം. അത് മുൻകൂട്ടി കാണേണ്ടതാണ്. 3. നിർമ്മാണ സാമഗ്രികളുമായി വലിയ വാഹനങ്ങൾ എത്തുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുമൂലമുള്ള കാലതാമസം ഉൾക്കൊള്ളേണ്ടതാണ്. 4. പ്രായമായവർ, കുട്ടികൾ, ഗർഭിണികൾ, രോഗികൾ തുടങ്ങിയവരെ നിർമ്മാണ സമയത്ത് വീട്ടിൽ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയോ ചെയ്യേണ്ടതാണ്. സാധ്യമെങ്കിൽ വീട്ടിൽ നിന്ന് പൂർണ്ണമായി താമസം മാറ്റുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. 1ാം നില നിർമ്മാണത്തിൽ ഉപയോഗിക്കാവുന്ന ചുരുക്കം ചില മെറ്റീരിയൽസിനെക്കുറിച്ച് നമുക്ക് ലഘുവായി നോക്കാം. നല്ല ഉറപ്പുള്ള വീടുകൾക്ക് വെട്ടുകല്ല്, ഇൻ്റർലോക്ക് കട്ടകൾ തുടങ്ങിയവ ഉപയോഗിക്കാം. മേൽക്കൂര വാർക്കുകയും ചെയ്യാം. എന്നാൽ പഴക്കമുള്ള വീടുകൾക്ക് എപ്പോഴും പരമാവധി ഭാരം കുറഞ്ഞ മെറ്റീരിയൽസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. 4 ഇഞ്ച്, 5 ഇഞ്ച്, 6 ഇഞ്ച് കനമുള്ള സിമൻറ്റ് കട്ടകളോ AAC ബ്ലോക്കുകളും ഉപയോഗിക്കാം. 2 ഇഞ്ച്, 3 ഇഞ്ച്, 4 ഇഞ്ച് കനമുള്ള പ്രീഫാബ് കോൺക്രീറ്റ് വാൾ സ്ലാബുകൾ ഉപയോഗിക്കാം. ഇപ്പോൾ പൊതുവായി വീടുകൾക്കും സാൻഡ്വിച്ച് പാനലുകൾ ഉപയോഗിച്ച് വാൾ പാർട്ടീഷനുകൾ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും പൊതുവെ കേരളത്തിൽ വടക്കൻ ജില്ലകളിലെ ആളുകൾക്ക് വെട്ടുകല്ലിനോടാണ് പ്രിയം. നിർബന്ധമാണെങ്കിൽ പുറംഭിത്തി മുഴുവനും വെട്ടുകല്ലിലും ഇൻറ്റേർണൽ ഭിത്തികൾ 4 ഇഞ്ച് സിമൻറ്റ് കട്ടയിലോ 4 ഇഞ്ച് AAC ബ്ലോക്കിലോ ചെയ്യാവുന്നതാണ്. AAC ബ്ലോക്ക് ലൈറ്റ് വെയ്റ്റായ ഒരു ഉൽപ്പന്നമാണ്. പ്ലാസ്റ്ററിങ്ങും ആവശ്യമില്ല. പുട്ടിയടിച്ച് നേരെ പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. സ്പേസ് സേവിങ്ങിനും ഉത്തമമാണ്. പഴക്കം ചെന്ന വീടുകൾക്ക് ഇത് വളരെ യോജിച്ചതാണ്. ഇൻറ്റേർണൽ ഭിത്തികൾക്കാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വീടുകൾക്ക് മേൽക്കൂര ട്രസ് റൂഫ് ചെയ്യുന്നതാവും ഉത്തമം. ഫാൾ സീലിംഗ് കൂടി ചെയ്താൽ ചൂട് തീരെ ഉണ്ടാവുകയുമില്ല. കട്ടിള ജനലുകളും പുറത്തേക്കുള്ള വാതിലുകളും മരം കൊണ്ടുള്ളവയും അല്ലാതുള്ളവ സ്കിൻ ഡോറുകളോ PVC സോളിഡ് ഡോറുകളോ ആയിരിക്കും ഉചിതം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വരാം. ഞാൻ ഷാജി PD, കോഴിക്കോട്.